ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അത് പ്രവീണിന്റെയും പ്രണവിന്റെയും ഒരു ഫാമിലിയിലുണ്ടായ ഇഷ്യൂസിനെ കുറിച്ചാണ്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഇപ്പം പലപ്പോഴും ഇത്തരം ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ട് ഇവരൊക്കെ എന്തൊരു സ്നേഹമാണ് ഇവരുടെ ഫാമിലിയിലൊക്കെ, നമുക്കും അങ്ങനെ ഒരു ഫാമിലി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ഒരു എല്ലാ വീഡിയോസിന്റെയും കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ ഒരു 99 അല്ല, ഒരു 100% പോസിറ്റീവ് കമന്റ്സ് ആണ് അവരുടെ. അതുപോലെ തന്നെ പലരും കമന്റ് ചെയ്യാറുണ്ട് ഇതുപോലെ ഒരു ഫാമിലി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷെ റിയാലിറ്റി അതൊന്നും അല്ല എന്ന് നമ്മളെ കാണിച്ചു തന്ന വിധത്തിലായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പം ഇത്തരം ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഒരു ഇൻസിഡൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. റീൽ വേറെ, റിയാലിറ്റി വേറെ. റീൽസ് എന്ന് വെച്ചാൽ ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് നമ്മൾ വന്നിട്ട് ആക്ട് ചെയ്യുന്നതാണ് പല ഫാമിലീസും. അപ്പം നമുക്ക് ട്രസ്റ്റുള്ള കുറെ ഫാമിലീസ് ഉണ്ട് കേട്ടോ, വളരെ ഓപ്പൺ ആയിട്ടുള്ള കുറെ ഫാമിലീസ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു ഫാമിലി ഏകദേശം 4 മില്യൺ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 40 lakhs പ്ലസ് സബ്സ്ക്രൈബേഴ്സ്. കാരണം അത്രയും അവരെ ഇഷ്ടപ്പെട്ടിരുന്നു മലയാളികൾ. അപ്പം ഈ ഒരു പ്രവീണിന്റെ കാര്യമാണെങ്കിൽ പോലും അവരെ ആൾക്കാർ വിശ്വസിച്ചിരുന്നില്ല. അവര് ഫസ്റ്റ് വീഡിയോ ഇട്ട് അവരെ ഒരു പ്രഗ്നൻസിക്ക് ശേഷം അവർ മാറി താമസിക്കുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവരൊറ്റ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ആൾക്കാർ അതിന്റെ പുറകെ വന്നിട്ട് ആ പെൺകുട്ടീനെ പെൺകുട്ടീനെ പറയാനൊന്നുമില്ല, അത്രയും ഇവരുടെ ഫാമിലിയിൽ വന്ന് ഈ പറഞ്ഞ പ്രവീണിനെ ഒറ്റക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയതാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ്സ് അവരിട്ട വീഡിയോസിന് താഴെ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയതൊക്കെയാണ് ആൾക്കാർക്ക് വിഷയമായത്. അപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയുന്നത് ഒരു തെറ്റാണ്. നമുക്ക് എത്ര പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് തന്നെയാണ് കിട്ടുന്നത്. മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു. അതിനൊപ്പം തന്നെ അപ്പുറത്ത് ഈ പറഞ്ഞ കൊച്ചും അവരുടെ അച്ഛനും അമ്മയും കൂടെ വീഡിയോ ഇട്ട സമയത്തും ഒരുപാട് ആളുകൾ അവരുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും അച്ഛന്റെ കരച്ചില്, അനിയന്റെ കരച്ചില്, അമ്മയുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും ഒരുപാട് വിഷമിച്ചു അവരുടെ ഒരു വീഡിയോ കണ്ടിട്ട്. ഇവിടുത്തെ വീഡിയോ കണ്ടിട്ട് അതിന്റെ വിഷമം തീർക്കാൻ നമ്മൾ നേരെ പോയത് മറ്റേ പ്രവീണിന്റെ ചാനലിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവരെ മാക്സിമം മെസ്സേജ് ഇട്ട് കുറേ ആൾക്കാർ നെഗറ്റീവ്സ് കമന്റ്സ് ഒക്കെ ഇട്ട് അവരെ വിഷമത്തിലാക്കി. അപ്പം അവസാനം, അതായത് വേറൊരു ഓപ്ഷൻ ഇല്ല, ഇവർക്ക് ഉണ്ടായ സംഭവം തുറന്നു പറയുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നപ്പോൾ ഈ പ്രവീൺ എന്ത് ചെയ്തു, ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ വീഡിയോ എടുത്തിരുന്നു, വോയിസ് റെക്കോർഡ് ചെയ്തിരുന്നു, അതൊക്കെ പുറത്താക്കി. അപ്പോൾ പുറത്തായ സമയത്ത് ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ റീൽസ് കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ച് ഭയങ്കര ക്യൂട്ടായിട്ട് മോളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും പ്രഗ്നൻസി സമയത്ത് പോലും തൊട്ടിലൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ പലരും ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലൊരു മദറിനെ ഫാദറിനെ ഒക്കെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. പക്ഷെ റിയാലിറ്റി അതൊന്നും അല്ലായിരുന്നു. ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല, ഫാദറിന്റെ ആയാലും മദറിന്റെ ആയാലും. അതെല്ലാം കഴിഞ്ഞ് പ്രവീണിന്റെ ആ ഒരു മറ്റൊരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ദേഹോപദ്രവം ചെയ്തതിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ തല്ലിയതിന്റെ പാടും മർദ്ദിച്ചതിന്റെ പാടൊക്കെ ഉണ്ട്. അപ്പം അച്ഛൻ പിടിച്ചു കൊടുത്തിട്ട് അനിയൻ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ആ പെൺകുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. പെൺകുട്ടി കരയുന്നെന്ന് വെച്ചാൽ എന്നെ തള്ളി താഴെ വീണു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറയട്ടെ, കുറേ പേര് ഈ പെൺകുട്ടീനെ കുറ്റം പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ എന്നൊക്കെ. പക്ഷേ എനിക്ക് പേഴ്സണലി, എനിക്കെന്നല്ല ആർക്കും തോന്നുന്ന ഒരു കാര്യം, എന്തൊക്കെ വഴക്കുണ്ടായാലും ഇവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒരു പെൺകുട്ടിയുടെ നേരെ, അതും ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ നേരെ അല്ലെങ്കിൽ അവരെ ടെൻഷനാക്കുന്ന രീതിയിലുള്ള ഇത്തരം ആക്രമണം, ഇനിയിപ്പോൾ ആ പെൺകുട്ടീനെ തന്നെ ആക്രമിച്ചില്ല, അത് വെറുതെ പറഞ്ഞതാണെന്ന് വിചാരിക്കട്ടെ, പെൺകുട്ടിയെ ഒന്നും ഉപദ്രവിച്ചില്ല, ചിലപ്പോൾ കയ്യിൽ നിട്ടതാണെന്ന് ചിലർ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വിചാരിച്ചില്ല. പക്ഷെ ആ കുട്ടിക്ക് ആ ഒരു സമയം 9 മന്താണ്. എന്തും സംഭവിക്കാൻ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആ കുട്ടീനെ, കാരണം അവരുടെ കുട്ടി തന്നെയല്ലേ, അവരുടെ മോന്റെ കുട്ടി തന്നെയല്ല ആ പെൺകുട്ടിയുടെ വയറ്റിലുള്ളത്. അപ്പം എന്തും സംഭവിച്ചേക്കാം ആ ഒരു സമയത്തുള്ള ഇത്രയും ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ. ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ അവര് മറന്നു കഴിഞ്ഞാലും കാണുന്ന വ്യൂവേഴ്സ് ഒന്നും അത് മറക്കില്ല. കാരണം ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും.
ആ ഒരു പക അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം അവരുടെ മനസ്സിൽ അങ്ങനെ സൂക്ഷിക്കാതെ പോകത്തൊന്നുമില്ല എത്ര നാൾ കഴിഞ്ഞാലും. ഇത് മിക്കവാറും ഫാമിലീസിൽ ഉള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ പലരും ചില യൂട്യൂബേഴ്സൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു, അതൊരു ഫാമിലി ആകുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നോർമലാണ്, പ്രത്യേകിച്ച് മാരേജ് ഒക്കെ കഴിയുമ്പോൾ അതൊക്കെ നോർമലാണ്. പക്ഷെ നോർമലാണ്, ചിലപ്പോൾ അവരൊക്കെ ഈ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അവർ വീണ്ടും ഒന്നിക്കാം, പഴയതുപോലെ സ്നേഹം കാണിക്കാം. പക്ഷെ നിങ്ങളൊന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രവീൺ ഈ മദറിന്റെയും ഫാദറിന്റെയും വോയിസും അതുപോലെ വീഡിയോസും അന്ന് അവരുടെ ചാനലിൽ കാണിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ എത്ര പേര് അവരെ വിശ്വസിക്കുമായിരുന്നു, അവരെ കുറ്റം പറഞ്ഞ് തന്നെ പോകുമായിരുന്നു. വലിയൊരു സൈബർ അറ്റാക്കാണ് ആ ഒരു 24 മണിക്കൂർ വീഡിയോ ഇട്ട് 24 hours അവർ ഫേസ് ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ തുറന്നു കാണിച്ച് വേറെ ഒരു നിവൃത്തിയില്ലാതെയാണ് അവർ ആ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിട്ടത്. ആ വോയിസ് ക്ലിപ്പും പിന്നെ ആ വീഡിയോസും കണ്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ സാധിച്ചത്. പാരൻസിൻ്റെയും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെയും റിയൽ ഫേസ് അറിയാൻ സാധിച്ചതും ഈ ഒരൊറ്റ വീഡിയോസും ഈ റെക്കോർഡ്സും കൊണ്ടാണ്, വോയിസ് റെക്കോർഡും കൊണ്ടാണ്. അപ്പം എനിക്ക് പേഴ്സണലി പറയാൻ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്. പല ഫാമിലി വ്ളോഗേഴ്സ് ആയാലും നമ്മൾ കാണുന്ന റിയൽ ആയിട്ടുള്ള ആൾക്കാർ വേറെയാണ്. അവർ ഇത്ര സെക്കൻഡിന് വേണ്ടി കൂടുതൽ ആൾക്കാർ അവരുടെ ചാനൽ നോക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക് കുറേ വർക്ക്സ് കിട്ടാനും കൊളാപ്സ് കിട്ടാനും ഒക്കെയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അവർ അഭിനയിക്കുകയാണ്. അത് റിയാലിറ്റി ആണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരാണ്. അവരിലേക്ക് കൂടി കൊടുക്കുന്ന ഒരു നല്ല മെസ്സേജാണിത്.